بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന കിതാബിൻ്റെ മുഖ്തസർ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ക്രോഡീകരിച്ച സംക്ഷിപ്തമായിട്ടുള്ള കിതാബിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൽ അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യാറുള്ളത് എങ്ങനെയാണ് എന്നും അത് കഴിഞ്ഞ് റുക്കോയിലേക്ക് പോയിരുന്നതും റുക്കോയിൽ ചൊല്ലിയിരുന്ന ദിക്റുകളും ദുആകളും അതുവരെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിനുശേഷമുള്ള ഭാഗമാണ് വായിക്കുന്നത്. ثم يرفع رأسه قائلا سمع الله لمن حمده. റുക്കൂഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർന്നുകൊണ്ട് ഉയരും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാണോ സ്തുതിച്ചിട്ടുള്ളത് അത് അള്ളാഹു കേട്ടിട്ടുണ്ട് എന്ന ആശയത്തിൽ അത് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കും. വയർഫഉ യദൈഹി, ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈകൾ ഉയർത്താറുണ്ട്. ഏതുപോലെ നമ്മൾ ആദ്യത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് കൈകൾ ഉയർത്താറുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ സമയത്തും റുക്കോയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും കൈകൾ ഉയർത്താറുണ്ട്. വകാന ദാഇമൻ യുഖീമു സുൽബഹു ഇദാ റഫഅ മിനർ റുകൂഇ ബൈന അസ്സജ്ദതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ സ്ഥിരമായി ചെയ്യാറുള്ള കാര്യമാണ് റുകൂഇന് ശേഷവും അതുപോലെ രണ്ട് സുജൂദുകൾക്കിടയിലും തൻ്റെ നടു നിവർത്തുക എന്നുള്ളത്. റുകൂഇൽ വളഞ്ഞു നിന്നതിന് ശേഷം നേരെ നിവർന്നു നിൽക്കും. അതുപോലെ തന്നെ രണ്ട് സുജൂദുകൾക്കിടയിൽ സുജൂദിന് ശേഷം നടു നിവർത്തിക്കൊണ്ട് ഇരിക്കാറുണ്ട്. വയഖൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട് ഒരു ഹദീസിൽ കാണാം, ലാ തുജ്സിഉ സ്വലാത്തുൻ ലാ യുഖീമു അർറജുലു ഫീഹാ സുൽബഹു ഫിർ റുകൂഇ വസ്സുജൂദ്. ഒരാളുടെ നിസ്കാരം ശരിയാവുകയില്ല, പ്രതിഫലം ലഭിക്കുന്നതാവുകയില്ല, നേരെയാവുകയില്ല അവന്റെ നടു നിവർത്താതെ, അഥവാ റുക്കോയിൽ നിന്നും സുജൂദിൽ നിന്നും അവന്റെ നടു നേരെ നിവർത്താതെ അവന്റെ നിസ്കാരം ശരിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുമുണ്ട്. വകാന ഇദാ ഇസ്തവാ ഖാല, അങ്ങനെ റുക്കോയിൽ നിന്ന് നേരെ നിന്ന് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറയും, റബ്ബനാ വലക്കൽ ഹംദ്, ഞങ്ങളുടെ റബ്ബേ നിനക്കാണ് എല്ലാവിധ സ്തുതിയും. വറുബ്ബമാ ഖാല, ഇടക്കെല്ലാം പറയാറുണ്ട് റബ്ബനാ ലക്കൽ ഹംദ്. ഒന്നാമത്തേത് പറഞ്ഞത് റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വറുബ്ബമാ ഖാല, ഇടക്കൊക്കെ പറയാറുള്ളത് അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്നും പറയാറുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, വഅമ്മൽ ജംഉ ബൈന അല്ലാഹുമ്മ വൽ വാവി ഫലം യസിഹ. എന്നാൽ അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ്, അല്ലാഹുമ്മ എന്നും വാവ് എന്നും ഒരുമിച്ച് പറയുന്ന രീതി സഹീഹായി വന്നിട്ടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. കാരണം സഹീഹുൽ ബുഖാരിയിലെ തന്നെ ഹദീസുകളിൽ അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം യാത്രയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് എഴുതിയതാണ് കിതാബ്. അപ്പോൾ അദ്ദേഹത്തിന് വന്ന അബദ്ധമോ അല്ലെങ്കിൽ തെറ്റായ മനസ്സിലാക്കലായിരിക്കാം. പക്ഷെ സഹീഹായിട്ടുള്ള സഹീഹുൽ ബുഖാരിയിലെ തന്നെ മറ്റു ഹദീസിൽ റബ്ബന വലക്കൽ ഹംദ് എന്ന് വന്നിട്ടുണ്ട് എന്ന് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയാറുണ്ട്, റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയാറുണ്ട്, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ് എന്നും പറഞ്ഞിട്ടുണ്ട് ഇഅ്തിദാലിൽ നിന്നതിന് ശേഷം. വകാന മിൻ ഹദീഹി وكان من هديه صلى الله عليه وسلم إطالة هذا الركن بقدر الركوع.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി എന്ന് പറഞ്ഞാൽ എത്രയാണോ റുക്കൂഇന്റെ സമയത്തുണ്ടായിരുന്നത്, എത്രയാണോ റുക്കൂയിൽ നിന്നത്, അതേ സമയം തന്നെ നടു നിവർത്തിക്കൊണ്ട് ഇഅ്തിദാലിന്റെ നൃത്തത്തിലും സമയം അതേ സമയം തന്നെ നിൽക്കാറുണ്ടായിരുന്നത്. ഫസഹ അൻഹു അന്നഹു കാന യഖൂലു ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ നൃത്തത്തിൽ, റുക്കൂഇന് ശേഷമുള്ള നൃത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ചില ദിക്റുകൾ. ഒന്ന്, اللهم ربنا لك الحمد ملء السماوات والأرض وملء ما شئت من شيء بعد. اللهم ربنا لك الحمد, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ നിനക്കാണ് എല്ലാവിധ സ്തുതിയും. മിൽ ഉസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ നിറയുവോളം. വമിൽഉ മാ ശിഅത മിൻ ശൈഇൻ ബഅദു, നീ അതിന് ശേഷം നീ ഉദ്ദേശിക്കുന്ന അത്രയും സ്തുതി നിനക്കാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. വസഹ അൻഹു അന്നഹു കാന യഖൂലു ഫീഹി, ഇത് സഹീഹ് മുസ്ലിമിൽ വന്നൊരു ദിക്റാണ്. ബുഖാരിയിൽ വന്നിട്ടുള്ള വേറൊന്ന് കാണാം. ഇഅ്തിദാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന ഒരു ദിക്ർ, അല്ലാഹുമ്മ ഇഗ്സിൽനി മിൻ ഖതായായ, അല്ലാഹുവേ എന്റെ പാപങ്ങൾ നീ എന്നെ ശുദ്ധീകരിക്കണേ, കഴുകിക്കളയണമേ. ബിസ്സൽജി വൽ മാഇ വൽ ബർദ്, ഹിമം കൊണ്ടും വെള്ളം കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടുമെല്ലാം അത് നീ കഴുകിക്കളയണമേ. വനഖ്നി മിനദ് ദുനൂബി വൽ ഖതായ, എന്റെ പാപങ്ങളിൽ നിന്നും എന്റെ അബദ്ധങ്ങളിൽ നിന്നും എന്നെ നീ ശുദ്ധീകരിക്കണമേ. കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദു മിനദ് ദനസ്, ഒരു വെള്ള വസ്ത്രത്തിൽ അഴുക്കായി കഴിഞ്ഞാൽ ആ അഴുക്കിനെ ശുദ്ധിയാക്കി കഴുകിയെടുക്കുന്നത് പോലെ എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധിയാക്കണമേ. വബാഇദ് ബൈനി വബൈന ഖതായ, എന്നെയും എന്റെ അബദ്ധങ്ങളെയും പാപങ്ങളെയും തമ്മിൽ നീ അകറ്റണമേ. കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, കിഴക്കിനെയും പടിഞ്ഞാറിനെയും നീ അകറ്റിയതുപോലെ. ഇത് ഇഅ്തിദാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ഒരു ദുആ ആയിരുന്നു. ഈ ദുആയിൽ അതുപോലെ തന്നെ വേറെയും പല ദുആകൾ വന്നിട്ടുണ്ട്. പാപങ്ങൾ തണുത്ത വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ടും ഹിമം കൊണ്ടുമെല്ലാം കഴുകിക്കളയണമേ എന്നത്. ഒരിക്കൽ ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഇവിടെ തണുത്ത വെള്ളം എന്ന് പറഞ്ഞിട്ടുള്ളത്? കാരണം ഇപ്പൊ വസ്ത്രത്തിലോ മറ്റോ എല്ലാം ചളിയായിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വൃത്തിയാവാൻ നല്ലത് ഏതാ? തണുത്ത വെള്ളം, ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകിയാലാണ് കൂടുതൽ ചളി പോവുക. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ തണുത്ത വെള്ളം കൊണ്ട് കഴുകണമേ, വൃത്തിയാക്കണമേ എന്ന് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഇബ്നു തൈമിയ റഹിമഹുള്ള അപ്പോൾ പറഞ്ഞ മറുപടി, പാപങ്ങൾക്ക് ഒരു ചൂടുണ്ട്. കാരണം പിശാച്, ശൈത്താൻ തീനാളം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പാപങ്ങൾക്കും ശരീരത്തിന്റെ ഘടനയിൽ ചൂടുണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അതിനെ ശുദ്ധിയാക്കണമെങ്കിൽ അത് തണുപ്പ് കൊണ്ടേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുപ്പ് കൊണ്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞത് കാണാം. സന്ദർഭവശാൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം ഇഅ്തിദാൽ വന്നിട്ടുള്ളതാണ്. പലരും ഇഅ്തിദാൽ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാറുള്ളതാണ്. എന്നാൽ ഇതുപോലെയുള്ള ദിക്റുകൾ സ്വഹീഹായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ഫർള് നിസ്കാരത്തിൽ അതിനുള്ള സമയം ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സുന്നത്തായ നിസ്കാരങ്ങളിലും രാത്രി നിസ്കാരങ്ങളിലും എല്ലാം പ്രാർത്ഥിക്കാവുന്ന ദുആ ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, ദുആ ദിക്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. വസഹ അൻഹു അന്നഹു ഖററ ഫീഹി വഖൗലഹു, അതുപോലെ തന്നെ സ്വഹീഹായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള മറ്റൊരു ദിക്റാണ്. ഇഅ്തിദാലിൽ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ലിറബ്ബിയൽ ഹംദു ലിറബ്ബിയൽ ഹംദു, എന്റെ റബ്ബിനാണ് എല്ലാവിധ ഹംദും, എന്റെ റബ്ബിനാണ് എല്ലാവിധ ഹംദും എന്ന് ആവർത്തിച്ച് ഇഅ്തിദാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ഹത്താ കാന ബിഖദ്രി റുകൂഇഹി, എത്രത്തോളമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇന്റെ സമയം നിന്നത് ആ സമയമാകുന്നത് വരെ ഇഅ്തിദാലിൽ ഇത് ആവർത്തിച്ച് പറയുന്ന ഇതുപോലെയുള്ള ദിക്റുകൾ ആവർത്തിക്കുമായിരുന്നു. വദക്കറ മുസ്ലിമുൻ അൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന പിന്നെ ഒരു ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു ഖാമ ഹത്താ നഖൂല ഖദ് ഔഹമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ, രാത്രി നിസ്കാരത്തിലും മറ്റുമായിരിക്കും. കാരണം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലായിരുന്നു താമസം ഉണ്ടായിരുന്നത്. അപ്പോ നിസ്കരിക്കാൻ വേണ്ടി റുക്കൂഇൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുപോയി
അഥവാ റുക്കൂവിന് ശേഷം നിൽക്കുകയാണ് എന്ന് മറന്നുപോയി, അല്ലാതൊരു നൃത്തമാണ് എന്ന് ഞങ്ങൾ പറയുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാറുണ്ടായിരുന്നു. ثم يسجد ويقعد بين السجدتين حتى نقول قد أوهم. അതുപോലെ തന്നെ സുജൂദിന് ശേഷമുള്ള ഇരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സുജൂദ് ഇനി അടുത്ത സുജൂദിന് പോകാനുണ്ട്, അല്ലെങ്കിൽ റുക്കൂ കഴിഞ്ഞ് എഴുത്തുകാലിന് സുജൂദിന് പോകണം എന്ന് മറന്നു പോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുമാറ്, ഞങ്ങൾ ചോദിക്കുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ദീർഘിച്ച് എഴുത്തിദാലിലും അതുപോലെ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലും ഇരിക്കാറും അതുപോലെ ഇറ്റിദാലിന്റെ സമയം നിൽക്കാറും ഉണ്ടായിരുന്നു. ഇത് പറയാനുള്ള കാരണം ചില ഫുഖഹാക്കളുടെ ചർച്ചയിൽ എഴുത്തിദാലിന്റെ സമയം വളരെ കുറച്ചേ പാടുള്ളൂ, അല്ലെങ്കിൽ വേഗം ഇറ്റിദാൽ എന്ന് പോകണം, അല്ലെങ്കിൽ പിന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം അത് അധിക നേരം ഇരിക്കാൻ പാടില്ല, വേഗം തന്നെ അടുത്ത സുജൂദിലേക്ക് പോകണം എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും അതുപോലെ ചർച്ചകളും കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയല്ല. സുന്നത്തിൽ ശരിയായി സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് ആ ഇരുത്തം റുക്കൂവിനോളം തന്നെ ആ നൃത്തം ഉണ്ടായിരുന്നു, സുജൂദിനോളം തന്നെ ഇടയിലുള്ള ഇരുത്തവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാറുണ്ടായിരുന്നു എന്ന് അറിയിക്കാനാണ് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഫസ്ലുൻ ഫി കൈഫിയത്തി സുജൂദിഹി. അടുത്ത ഫസ്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിന്റെ രൂപം എങ്ങനെയായിരുന്നു എന്നതിലാണ്. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദ് ഉണ്ടായിരുന്നത്? ثم كان يكبر ويخر ساجدا ولا يرفع يديه. അപ്പോ റുക്കോയിൽ നിന്ന് എഴുത്തിദാലിലെത്തി, എഴുത്തിദാലിൽ നിന്ന് തക്ബീർ പറഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് മുഖം കുത്തി സുജൂദിലായിക്കൊണ്ട് വീഴും, അഥവാ മുഖം വെച്ചുകൊണ്ട് സുജൂദിലായിക്കൊണ്ട് വീഴും. വലാ യർഫഉ യദൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം എന്ത് ചെയ്യാറില്ല? കൈകൾ ഉയർത്താറില്ല. നമ്മൾ റുക്കോയിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്തി, റുക്കോയിൽ നിന്ന് ഉയരുമ്പോഴും കൈകൾ ഉയർത്തി, പക്ഷേ സുജൂദിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്താറുണ്ടായിരുന്നില്ല. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കാറുണ്ടായിരുന്നത് കാൽമുട്ടുകളായിരുന്നു, പിന്നീടാണ് കൈകൾ വെച്ചിരുന്നത്. പിന്നെ നെറ്റിയും അതുപോലെ തന്നെ മൂക്കും വെക്കാറുണ്ട്. ഹാദാ ഹുവ സ്വഹീഹ്. അതാണ് ഏറ്റവും ശരിയായ രൂപം. ഇത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്. സുജൂദിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ആദ്യം കാൽമുട്ടാണോ കുത്തേണ്ടത് അതോ കൈകളാണോ കുത്തേണ്ടത് എന്നത്. അത് വിശാലമായൊരു വിഷയമാണ്. രണ്ട് അഭിപ്രായങ്ങളും പറഞ്ഞതായി കാണാം, അവരുടെ ചർച്ചകളുമുണ്ട്. എന്നാൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ കിതാബിൽ പറയുന്ന അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളതും കൂടുതൽ ശരിയോട് അടുത്തിട്ടുള്ളതും എന്ന് പറയാം. ആദ്യം കാൽമുട്ടുകൾ ആണ് സുജൂദിലേക്ക് പോകുമ്പോൾ കുത്തേണ്ടത്, പിന്നീട് കൈകൾ. ഇനി എന്തെങ്കിലും രോഗമോ പ്രായം കൂടുതലോ കൊണ്ടോ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൈകൾ വെച്ചു എന്ന് തെറ്റൊന്നുമില്ല, പക്ഷേ ശരിയായ രീതി ആദ്യം കാൽമുട്ട് വെക്കുന്നതാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നത്. അതാണ് ശരിയായ രൂപം എന്നുള്ളത്. അതിന് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നല്ല. ഫകാന അവ്വലു മാ യഖഉ മിൻഹു അലൽ അർദി അൽ അഖ്റബ ഇലൈഹ ഫൽ അഖ്റബ. കാരണം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ ഭൂമിയോട് അടുത്തിട്ടുള്ള അവയവം ഏതാണോ അതായിരുന്നു ആദ്യം വെച്ചിരുന്നത്, പിന്നെ അതിനുശേഷം എടുത്തിട്ടുള്ളത്, പിന്നെ അതിനുശേഷം എടുത്തിട്ടുള്ളത്. വഅവ്വലു മാ യർതഫിഉൽ അഅല ഫൽ അഅല. എഴുന്നേൽക്കുമ്പോൾ പൊന്തിച്ചിട്ടുണ്ടായിരുന്നത് ഭൂമിയിൽ നിന്ന് ഏറ്റവും ഉയരമുള്ളത് ഏതായിരുന്നോ അതാണ് ആദ്യം ഉയർത്തുക, പിന്നെ അതിന് താഴെയുള്ളതായിട്ടാണ് ഉയർത്തുക. അതായത് ഫഇദാ റഫഅ, സുജൂദിൽ നിന്ന് ഉയരുന്ന സന്ദർഭത്തിൽ റഫഅ റഅസഹു അവ്വലൻ, ആദ്യം ഉയർത്തുന്നത് എന്തായിരിക്കും? തലയായിരിക്കും. കാരണം ഭൂമിയിൽ നിന്ന് ഏറ്റവും ഉയരമുള്ളത് ഏതാണ്? തലയാണ്. സുമ്മ യദൈഹി, പിന്നെ ഏതാ ഉയർത്തുക? രണ്ട് കൈകളായിരിക്കും. കാരണം ഭൂമിയിൽ നിന്ന് പിന്നെ തലക്ക് താഴെയുള്ളത് കൈകളാണ്. പിന്നെ സുമ്മ റുക്ബതൈഹി, പിന്നെ കാൽമുട്ടുകൾ. അങ്ങനെയാണ് ഉയരാറുണ്ടായിരുന്നത്. സുജൂദിലേക്ക് പോകുമ്പോൾ ഭൂമിയോട് അടുത്ത അവയവങ്ങൾ ആദ്യം വെക്കും. ആദ്യം കാൽമുട്ട് വെക്കും, പിന്നെ കൈകൾ വെക്കും, പിന്നെ തല വെക്കും. വഹാകദാ അക്സു ഫിഅലിൽ ബഈർ. ഇതാണ് ഒട്ടകത്തിന്റെ രൂപത്തിന് എതിരായിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ സുജൂദ് ചെയ്യരുത് എന്നാണ്. അപ്പൊ ആ വിഷയത്തിലാണ് ചർച്ച. ഒട്ടകം എങ്ങനെയാണ്, ആദ്യം കൈയാണോ കാലാണോ കുത്തുക എന്നുള്ള രീതിയിലാണ്, മടക്കുക എന്നുള്ള രീതിയാണ് ചർച്ച വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ചെയ്യലാണ് ഒട്ടകത്തിന്റെ രൂപത്തിന്റെ എതിരായിട്ടുള്ളത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. വഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ ഫി സ്വലാത്തി അനി തശബ്ബുഹി ബിൽ ഹയവാനാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളോട് സാദൃശ്യപ്പെടുന്നത് നിസ്കാരത്തിലും മറ്റു എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് നിസ്കാരത്തിൽ മൃഗങ്ങളോട് സാദൃശ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. ഫനഹ അൻ ബുറൂകിൻ
കബുറൂക്കിൽ ബഈർ, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടകം ആദ്യം മുൻഭാഗത്തെയാണ് കുത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു ചില ഹദീസുകളിൽ വൽതിഫാത്തിൻ കൽതിഫാത്തി സഅലബ്, കുറുക്കൻ തിരിയുന്നത് പോലെ നിസ്കാരത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്. കുറുക്കൻ പെട്ടെന്ന് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയെല്ലാം ചെയ്യും. അതുപോലെ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇഫ്തിറാഷിൻ കഇഫ്തിറാശി സബ്ഉ, വന്യമൃഗങ്ങളെ പോലെ കൈകൾ ഈ നിലത്ത് സുജൂദ് ചെയ്യുന്ന സമയത്ത് ഈ ദിറാ മൊത്തമായി ഭൂമിയിൽ തട്ടിച്ചുകൊണ്ട് അങ്ങനെ സുജൂദ് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. മൃഗങ്ങൾ ചെയ്യുന്നത് പോലെ, മനസ്സിലായല്ലോ, കൈകൾ മൊത്തം ഭൂമിയിൽ വെച്ചിട്ട് സുജൂദ് ചെയ്യരുത് എന്നുള്ളത്. അതുപോലെ നായ്ക്കൾ ഇരിക്കുന്നത് പോലെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം ഇരിക്കരുത് എന്ന്. അതെങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി വെച്ചിട്ട് പിന്നെ ആ നടുവിലായിക്കൊണ്ടിരിക്കുന്ന രൂപം. നമ്മൾ സുജൂദിന്റെ ഇടയിൽ സാധാരണ ഇങ്ങനെ കാല് വെച്ചിരിക്കുമല്ലോ, ഈ രണ്ട് കാലും ഇങ്ങനെ വെച്ചിട്ട് ആ പിന്നെ അതിന്റെ നടുവിലായിക്കൊണ്ട് താഴ്ത്തിരിക്കുന്നതിനാണ് ഇഖ്തിആഉൽ ഖൽബ് എന്ന് പറയുന്നത്. നായ്ക്കൾ ഇരിക്കുന്ന രീതി എന്ന് പറയുന്നത്, നിലത്തിരിക്കുന്ന രണ്ട് കാലും ഇങ്ങനെ വെച്ചിട്ട്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. വനഖറിൻ കനഖറിൽ ഖുറാബ്, കാക്കകൾ കൊത്തുന്നത് പോലെ നിസ്കാരത്തിൽ സുജൂദിൽ പെട്ടെന്ന് കൊത്തി പെട്ടെന്ന് തലവെച്ച് എടുക്കുന്ന രൂപം, അതും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചില ഹദീസുകൾ ഒരുമിച്ചും അല്ലെങ്കിൽ ചില ഹദീസുകൾ വ്യത്യസ്തമായിട്ടും പറഞ്ഞിട്ടുള്ള സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകളുടെ ആശയമാണ്. അപ്പൊ മൃഗങ്ങളോട് സാദൃശ്യപ്പെടുന്ന രീതിയിൽ നിസ്കാരത്തിന്റെ രൂപങ്ങൾ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സുജൂദിന്റെ രൂപത്തിൽ ആദ്യം കാൽമുട്ടുകളാണ് വെക്കേണ്ടത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. അതുപോലെ തന്നെ വറഫഉൽ യദൈനി അസ്നാ അസ്സലാമി കഅദ്നാബിൽ ഖൈൽ അശ്ശംസ്, കുതിര വാല് പൊക്കുന്നത് പോലെ സലാം വീട്ടുന്ന സന്ദർഭത്തിൽ കൈകൾ പൊന്തിക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ചില ആളുകൾ കാണാൻ പറ്റും, സലാം വീട്ടുന്ന സമയത്ത് നിസ്കാരത്തിന്റെ അവസാനത്തിൽ സലാം വീട്ടുമ്പോൾ കൈകൾ ഇങ്ങനെ ഒരു ഉയർത്തലുണ്ട്, രണ്ട് കൈകളും ഇങ്ങനെ ഉയർത്തൽ, അത് ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്. രണ്ട് കാൽമുട്ടിൽ വെച്ചുകൊണ്ട് സലാം വീട്ടുന്ന സന്ദർഭത്തിൽ കൈകൾ വെറുതെ ഒന്നും ഇങ്ങനെ ഉയർത്തും, അങ്ങനെ ഉയർത്താൻ പാടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. وكان يسجد على جبهته وأنفه دون كور العمامة, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നെറ്റിയും മൂക്കുമായിട്ട് സുജൂദ് ചെയ്യാറുണ്ട്. പക്ഷേ ഇമാമയുടെ അഥവാ തലയെക്കെട്ടിന്റെ തുണിയുടെ ഭാഗം വെച്ചിട്ടല്ലാതെ മണ്ണിൽ വെച്ച് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യാറുള്ളത്. അന്ന് എന്തല്ല കാർപ്പറ്റോ പായോ ഒന്നല്ല മസ്ജിദിലുള്ളത്, അന്ന് മണലോ മണ്ണോ ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഇപ്പോൾ മഴ പെയ്താൽ അല്ലെങ്കിൽ വെള്ളം ചളിയുമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമയുടെ തുണി മുന്നിൽ വെച്ചുകൊണ്ട് അല്ല സുജൂദ് ചെയ്തിട്ടുള്ളത്, നെറ്റിയും മൂക്കും ഭൂമിയിൽ വെച്ചിട്ടാണ്. വലം യസ്ബുത് അൻഹു സുജൂദ് അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇമാമയിൽ വെച്ച് ഇമാമയുടെ തുണി തലകെട്ടിന്റെ തുണി വെച്ചിട്ട് സുജൂദ് ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പം ഭൂമിയിൽ വെച്ചിട്ടാണ് സുജൂദ് ചെയ്തിരുന്നത് എന്ന്. വക്കാന ഇതില് ഇപ്പൊ ഈ ഓരോ അഭിപ്രായം പറയുമ്പോഴും ഇതിന്റെ പിന്നിൽ വേറെ പല ചർച്ചകളും ഉണ്ടായതുകൊണ്ടാണ് ഈ അഭിപ്രായം പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകൾ ഉണ്ടാവും, അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് സുന്നത്തിന് യോജിച്ച രീതിയിലുള്ള വന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നതുകൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങളും പറയുന്നത്. വകാന യസ്ജുദു അലൽ അർളി കസീറൻ, ധാരാളം അധിക സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യാറുള്ളത് ഭൂമിയിൽ തന്നെയായിരുന്നു, അഥവാ സാധാരണ ഭൂമിയിൽ തന്നെയാണ് സുജൂദ് ചെയ്യാറുള്ളത്. വഅലൽ മാഇ വത്തീനി, ഇനി മഴ പെയ്തിട്ട് വെള്ളവും മണ്ണും കൂടി ചളിയായ രൂപത്തിലായിട്ടുണ്ടെങ്കിൽ അതിലും സുജൂദ് ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. വഅലൽ ഖുംറത്തിൽ മുത്തഖദതി മിൻ ഖൂസിൻ നഖൽ, ഈ ഈന്തപ്പനയുടെ ഓല കൊണ്ടോ മറ്റെല്ലാം ഉണ്ടാക്കുന്ന നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചെറിയ വലിപ്പത്തിലുള്ള, ഇപ്പൊ നമ്മളെ മുസല്ല സുജാദ പോലെയെല്ലാം ആ രീതിയിലുള്ള ആ ഒരു ഓല കൊണ്ടോ മറ്റുള്ള രീതിയിലും അതിലും സുജൂദ് ചെയ്യാറുണ്ട്. വഅലൽ ഹസീരിൽ മുത്തഖിദി മിൻഹു, അതുപോലെ തന്നെ ഈന്തപ്പന നാര് കൊണ്ട് ഓല കൊണ്ടെല്ലാം ഉണ്ടാക്കുന്ന കുറച്ചുകൂടി വലിപ്പത്തിലുള്ള പല രീതിയിലുള്ള ഉപയോഗത്തിന്, നിസ്കരിക്കാൻ മാത്രമല്ല വേറെ പലതിനും ഉപയോഗിക്കുന്ന പോലത്തെ അങ്ങനത്തെ വിരിപ്പ് പോലെയുള്ളതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യാറുണ്ട്. വഅലൽ ഫർവത്തിൽ മദ്ബൂഗതി, മൃഗത്തിന്റെ തോല്, അഥവാ പിന്നെ തോലെന്ന് പറഞ്ഞാൽ അതിന്റെ നാരുകളുള്ള രോമങ്ങളുള്ള തന്നെയുള്ള രീതിയിലുള്ള തോല് വിരിച്ച് ഇതിനായി ഉപയോഗിക്കുന്ന ആ തോലിലും നിസ്കരിക്കാറുണ്ട്, സുജൂദ് ചെയ്തിട്ടുണ്ട്. വകാന ഇദാ സജദ
മക്കന ജബ്ഹതഹു വഅൻഫഹു മിനൽ അർദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടുത്തെ നെറ്റിയും മൂക്കും ഭൂമിയിൽ നല്ല രീതിയിൽ തന്നെ വെക്കാറുണ്ട്, ഭൂമിയിൽ ശരിയായ രൂപത്തിൽ തന്നെ വെക്കാറുണ്ട്. വനഹ യദൈഹി അൻ ജൻബൈഹി, അവിടുത്തെ കൈകൾ അവിടുത്തെ പാർശ്വത്തിൽ നിന്ന് വിടർത്തി വെക്കാറുണ്ടായിരുന്നു. ചില ആളുകൾ സുജൂദ് ചെയ്യുമ്പോൾ കൈകൾ ചേർത്തി വെക്കുന്നത് കാണാം. അങ്ങനെയല്ല സുജൂദിന്റെ ശരിയായ രൂപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള രൂപം കൈകൾ വിടർത്തി വെക്കുന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തിട്ടുള്ളത്. കൈകൾ വിടർത്തി വെക്കണം. വജാഫാഹുമാ ഹത്താ യുറാ ബയാദു ഇബ്തൈഹി, എത്രത്തോളം എന്ന് വെച്ചാൽ ഇതിങ്ങനെ വിടർത്തി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കക്ഷത്തിന്റെ ഭാഗത്തുള്ള തൊലിയിൽ നിന്ന് ഒന്നുകൂടി വെളുത്ത നിറമായി തോന്നുന്ന ആ വെളുത്ത നിറം വരെ കാണുമാറ് വിടർത്തി വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യാറുണ്ടായിരുന്നത്. ചില സിഫത്തു സ്വലാത്ത് നബിയിലെല്ലാം ഷെയ്ഖ് അൽബാനി ഒന്നുകൂടി പറയുന്നത്, ഒരു ആട്ടിന്റെ കുട്ടിക്ക് സുജൂദ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ആട്ടിൻകുട്ടിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ വരെ സ്ഥലം ഉണ്ടായിരുന്നു. സുജൂദ് ഇങ്ങനെ അടുപ്പിച്ച് വെക്കുന്ന നല്ല രീതി, കൈകൾ വിടർത്തി ഇങ്ങനെ വെക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദ് ചെയ്തിരുന്ന രീതി. വകാന യളഉ യദൈഹി ഹദ്വ മൻകിബൈഹി വഉദ്നൈഹി, കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കാറുണ്ടായിരുന്നത് അവിടുത്തെ ഈ തോളിന്റെ നേരെയോ അല്ലെങ്കിൽ ചെവിയുടെ നേരെയോ ആയിട്ടുള്ള ഭാഗത്താണ് കൈപ്പറ്റി വെക്കാറുണ്ടായിരുന്നത്. അഥവാ ഏത് ദിശയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോളിനോട് ഈ ചേർന്നിട്ടുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ചെവിയോട് ചേർന്നിട്ടുള്ള, ചേരുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഭാഗത്ത്, അതിന്റെ ആ ദിശയിലായിട്ടാണ് കൈകൾ വെക്കാറുള്ളത്. തലയുടെ മുൻഭാഗത്തേക്കോ അല്ലെങ്കിൽ ചില ആളുകൾ കാണാം വയറിന്റെ ഭാഗത്തേക്ക് സുജൂദിൽ കൈവെക്കുന്നത്, അങ്ങനെയല്ല, ഈ തോളിന്റെയോ ചെവിയുടെയോ ഭാഗത്തേക്ക്. വയഅ്തദിലു ഫീ സുജൂദിഹി, ആ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുതുക് നേരെ നിവർത്താറുണ്ടായിരുന്നു. റുക്കോയിലെ പോലെ സുജൂദ് ചെയ്യുമ്പോൾ ഉള്ള രീതിയിൽ മുതുക് നിവർത്തി വെക്കും. വയസ്തഖ്ബിലു ബി അത്റാഫി അസാബിഅ് റിജ്ലൈഹിൽ ഖിബ്ല, തന്റെ കാലിന്റെ അവിടുത്തെ കാലിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന്റെ വിരലുകൾ അതിന്റെ അറ്റം ഖിബ്ലയുടെ ഭാഗത്തേക്കായി തിരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നത്. കാലുകൾ ഇങ്ങനെ വെച്ചിട്ടാണ് സുജൂദ് ചെയ്യാറുണ്ടായിരുന്നത്, വിരലിന്റെ അറ്റങ്ങൾ ഖിബ്ലയിലേക്ക് തിരിച്ചുകൊണ്ട്. വകാന യബ്സുതു കഫൈഹി വഅസാബിഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈപ്പത്തികളും വിരലുകളും നിവർത്തിക്കൊണ്ടാണ് വെക്കാറുള്ളത്, മടക്കിക്കൊണ്ടോ മറ്റോ അല്ല. വലാ യുഫർരിജു ബൈനഹ വലാ യഖ്ബിദുഹ, ഇങ്ങനെ വിടർത്തി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മടക്കി വെച്ചുകൊണ്ടോ അല്ല, ഇങ്ങനെ കൈകൾ വെച്ച് നിവർത്താൻ ഉദ്ദേശിച്ചത് ഈ രീതിയിൽ നിവർത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യാറുണ്ടായിരുന്നത്. മടക്കി വെച്ചിട്ടോ കൈകൾ പരത്തി വെച്ചിട്ടോ, വിരലുകൾ തമ്മിൽ അകറ്റി പരത്തി വെച്ചിട്ടോ അല്ല, വിരലുകൾ അടുപ്പിച്ച് നിവർത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യാറുണ്ടായിരുന്നത്. വകാന യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പറയാറുണ്ടായിരുന്നു, സുബ്ഹാന റബ്ബി അൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയാറുണ്ടായിരുന്നു. എന്റെ റബ്ബ്, സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് പരിശുദ്ധനാണ്, അൽ അഅല അത്യുന്നതനായിട്ടുള്ളവൻ എന്ന് പറയാറുണ്ട്. ഇവിടെ റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്നാണ് പറഞ്ഞത്, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും പറയാനുള്ള സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിയയിലെ 74-ാമത്തെ ആയത്ത്, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, നീ അദീമായ നിന്റെ റബ്ബിനെ തസ്ബീഹ് ചെയ്യുക എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഇജ്അലൂഹാ ഫീ റുകൂഇക്കും, അത് നിങ്ങളുടെ റുക്കൂയിലാക്കുക എന്ന് പറഞ്ഞു. തഅലീം ചെയ്യേണ്ടത് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയേണ്ടത് റുക്കൂയിലാണെന്ന് പറഞ്ഞു. സൂറത്തുൽ അഅലയിലെ 1-ാമത്തെ ആയത്ത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലൂഹാ ഫീ സുജൂദിക്കും, അത് നിങ്ങളുടെ സുജൂദിലാക്കുക എന്നും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. വഅമറ ബിഹി, അത് പറയാൻ വേണ്ടി കൽപ്പിച്ചിട്ടുമുണ്ട്. വയഖൂൽ, അതുപോലെ തന്നെ മറ്റൊന്ന് സുജൂദിൽ പറയാറുള്ളത്, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി, സുബ്ഹാനക അല്ലാഹുമ്മ, നീ എത്ര പരിശുദ്ധനാണ് അല്ലാഹുവേ, റബ്ബന ഞങ്ങളുടെ റബ്ബേ, വബിഹംദിക് നിനക്കാണ് എല്ലാ സ്തുതിയും, അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുവേ നീ എനിക്ക് പുറത്തു നൽകണമേ എന്ന്.
വയഖൂൽ മറ്റൊരു ദിക്ർ സുജൂദിൽ പറയാറുള്ളത് സുബ്ബൂഹൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. സുബ്ബൂഹ് പരിശുദ്ധനാണ്, ഖുദ്ദൂസ് അതേ ആശയത്തിൽ തന്നെ ന്യൂനതകളിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്. റബ്ബുൽ മലായികതി വറൂഹ് മലക്കുകളുടെയും റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും റബ്ബ്. വകാന യഖൂൽ മറ്റൊരു ദുആ ദിക്ർ സുജൂദിൽ പറയാറുള്ളത് അല്ലാഹുമ്മ ലക സജദ്തു. അല്ലാഹുവേ ഞാനിതാ നിനക്ക് സുജൂദ് ചെയ്തിരിക്കുന്നു. വബിക ആമൻതു നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. വലക അസ്ലംതു നിന്നിൽ കീഴൊതുങ്ങിയിരിക്കുന്നു. സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു ഞാൻ എൻ്റെ മുഖത്തെ ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുള്ള മുഖം? അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള, വസവ്വറഹു അവൻ രൂപം നൽകിയിട്ടുള്ള. നമ്മുടെ മുഖമെല്ലാം വ്യത്യസ്തമായ രൂപത്തിലാക്കിയത് ആരാണ്? അള്ളാഹു തആലയാണ്. അവൻ രൂപം നൽകിയിട്ടുള്ള. വശഖ്ഖ സമഅഹു വബസറഹു അതിലെ കേൾവിയും കാഴ്ചയും കീറിയത്. കേൾവിയും കാഴ്ചയും ആ മുഖത്ത് കീറി ഉണ്ടാക്കിയത് അവനാണ്. ആ മുഖത്തെ ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ ഏറ്റവും നല്ല സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു, അഥവാ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് പറയാറുണ്ട്. ഈ ദിക്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ പറഞ്ഞിട്ടുള്ളതാണ്. വകാന യഖൂൽ അതുപോലെ തന്നെ സുജൂദിൽ പറയാറുള്ള മറ്റൊരു ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരേണമേ. കുല്ലഹു എല്ലാ പാപങ്ങളും, ദിഖഹു വജില്ലഹു അതിൽ നിസ്സാരമായതും അതിൽ ഗൗരവമുള്ളതും, വഅവ്വലഹു വആഖിറഹു അതിൽ ആദ്യത്തേതും അവസാനത്തേതും, വഅലാനിയതഹു വസിറഹു അതിൽ പരസ്യമായതും രഹസ്യമായതും എല്ലാ പാപങ്ങളും പുറത്തു നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ ദുആ ചെയ്യാറുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ തന്നെ ചൊല്ലിയിരുന്ന വ്യത്യസ്ത തരത്തിലുള്ള ദുആകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും സുബ്ഹാന റബ്ബിയൽ അഅല എന്നത് മാത്രമാണ് എങ്കിൽ അത് തെറ്റല്ല, അത് ശരിയാണ്, അത് ചെല്ലാം. പക്ഷേ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനും നമ്മുടെ നിസ്കാരം കൂടുതൽ ശ്രദ്ധയോടുകൂടി ഉപകാരപ്രദമാകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാനും പിൻപറ്റാനും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെയുള്ള ദുആകൾ പഠിക്കുകയും നമ്മുടെ നിസ്കാരങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ശീലമാക്കുകയും ചെയ്യുക എന്നതാണ്. വകാന യഖൂൽ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ ചൊല്ലാറുള്ള മറ്റൊരു ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖതീഅതി വജഹ്ലി അല്ലാഹുവേ എൻ്റെ പാപങ്ങളും എൻ്റെ അബദ്ധങ്ങളും എൻ്റെ അറിവുകേടുകളും എല്ലാം നീ പുറത്തു നൽകണമേ. വഇസ്റാഫി ഫി അംരി എൻ്റെ കാര്യങ്ങളിൽ ഞാൻ അതിര് കവിഞ്ഞിട്ടുള്ളതും എനിക്ക് നീ പുറത്തു നൽകണമേ. വമാ അൻത അലമു ബിഹി മിന്നി എന്നെക്കുറിച്ച് എന്നേക്കാൾ അറിവുള്ളവൻ ആരാണ്? നീയാണ്. എൻ്റെ അവസ്ഥയെക്കുറിച്ച് എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എന്നേക്കാൾ അറിവുള്ളവൻ നീയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ജിദ്ദി വഹസ്ലി ഞാൻ കാര്യമായിട്ടും തമാശയായിട്ടും എല്ലാം ചെയ്ത എൻ്റെ അബദ്ധങ്ങളും പാപങ്ങളും നീ പുറത്തു നൽകണമേ. വഖതഇ വഅംദി എനിക്ക് അബദ്ധം സംഭവിച്ചതായാലും ഞാൻ വേണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെങ്കിലും എന്ത് അബദ്ധമാണെങ്കിലും പാപമാണെങ്കിലും പുറത്തു നൽകണമേ. വകുല്ലു ദാലിക ഇൻദി അതെല്ലാം എന്നിൽ നിന്ന് സംഭവിച്ചത് തന്നെയാണ്, അതൊക്കെ എന്റെ ഭാഗത്ത് വന്ന വീഴ്ച തന്നെയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു അല്ലാഹുവേ എൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ പാപങ്ങൾ നീ പുറത്തു നൽകണമേ. വമാ അസ്റർതു വമാ അലൻതു രഹസ്യമായിട്ടുള്ളതും പരസ്യമായിട്ടുള്ളതും. അൻത ഇലാഹി ലാ ഇലാഹ ഇല്ലാ അൻത നീ എൻ്റെ ഇലാഹാണ്, നീ അല്ലാതൊരു ഇലാഹുമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പറയാറുണ്ടായിരുന്ന ദുആ ആയിക്കൊണ്ട് സ്വഹീഹായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഇതുപോലെ വേറെയുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ആളുകൾ ദീന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഇപ്പോൾ സാധാരണക്കാരെ ഒരു ത്വാലിബുൽ ഇൽം അല്ലാതെ മറ്റു ജോലികളിലും മറ്റു തിരക്കുകളിലെല്ലാം മുഴുകുന്ന ഒരു മുസ്ലിം ഒരു തരത്തിൽ ത്വാലിബുൽ ഇൽമാണ്, നിർബന്ധമായി അവൻ പഠിക്കേണ്ട അറിവുണ്ട്. അതല്ലാതെ അതിൽ കൂടുതൽ മുഴുകാതെ മറ്റുള്ള കച്ചവടത്തിലോ മറ്റുള്ള ജോലിയിലോ മറ്റുള്ള തിരക്കിലോ മുഴുകുന്ന ആളുകളുണ്ടാകും. അവർ ദീന് പഠിക്കണം എന്നുള്ള ആഗ്രഹം അവർ പറയുന്നുണ്ടാകും. എന്നാൽ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല, പഠിക്കാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പറയാൻ വിഷമം പറയുന്നുണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണിത്.
ഒരിക്കലും ചിലപ്പോ വലിയൊരു ആലിമിന് പോലും ഈ എല്ലാ ദിക്റുകളും ദുആകളും ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. ചിലപ്പോൾ അവര് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദുആ തെരഞ്ഞെടുത്ത് അത് മാത്രമായിരിക്കും ശീലമാക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കും. എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളുന്നില്ല. അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ദീനിന്റെ വലിയ മസ്അലകൾ പഠിക്കാൻ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല, പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ജീവിതത്തിൽ പകർത്താവുന്നതും പഠിക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലുള്ള ദിക്റുകളും ദുആകളും എല്ലാം, റുകൂഇലും സുജൂദിലും ഇഅ്തിദാലിലും എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഇൽമാണ്, ഇതും അറിവാണ്. ഇത് പഠിക്കുകയും ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഇബാദത്തിൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ കൂടുതൽ നന്നായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ആശയം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും. ഇപ്പൊ രാത്രി നിസ്കാരത്തിൽ സുജൂദിലായിക്കൊണ്ട് ഈ ദുആകൾ പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അല്ലാതെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ ഈ ദുആകൾ പറയുന്ന അവസ്ഥ, കൂടുതൽ നമുക്ക് ഖുശൂഉം തഖ്വയും അള്ളാഹുലേക്കുള്ള അടുപ്പവും എല്ലാം ലഭിക്കാൻ ഉപകരിക്കുന്നതാണ്. ഇത്രയും കുറച്ച് ദുആകൾ കൊടുത്തിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഅമറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇജ്തിഹാദി ഫി ദുആഇ ഫി സുജൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു സുജൂദിൽ ദുആ ചെയ്യാൻ വേണ്ടി അതിയായി പരിശ്രമിക്കാൻ. അഥവാ സുജൂദിൽ ധാരാളമായി ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന രൂപം എന്താണ്? അടുത്തിട്ടുള്ള രൂപം എന്താണ്? അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ആ സുജൂദിൽ ധാരാളം ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സുജൂദുകൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാക്ക അല്ലെങ്കിൽ കോഴിയോ കാക്കയോ മറ്റോ കൊത്തുന്നത് പോലെ, കൊത്തി എണീക്കുന്നത് പോലെ ആകേണ്ടതല്ല. അള്ളാഹുവിന് മുമ്പിൽ നമ്മുടെ വിഷമങ്ങൾ ബോധിപ്പിക്കാൻ, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാൻ അതിന് ഏറ്റവും നല്ല രൂപമാണ് സുജൂദ് എന്നുള്ളത്. അപ്പൊ അതിൽ ധാരാളം ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ വന്നിട്ടുണ്ട്, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. മറ്റൊരു ഹദീസിൽ വമ്മ സുജൂദ് ഫജ്തഹിദു ഫി ദുആ ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും. നിങ്ങൾ സുജൂദിൽ ധാരാളമായി ദുആ ചെയ്യുക, അത് ഉത്തരം ചെയ്യപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അടുത്ത ഫസ്ലുൻ ഫി കൈഫിയത്തി ജുലൂസിഹി വ ഇശാറത്തിഹി ഫി തശഹുദ്. അടുത്ത ഫസ്ല് പറയുന്നത് തശഹുദിന് വേണ്ടിയുള്ള ഇരുത്തവും അതുപോലെ തന്നെ തശഹുദിൽ വിരൽ ചൂണ്ടുന്നതും അതിന്റെ രൂപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ثم يرفع رأسه مكبرا غير رافع يديه. അപ്പൊ നിസ്കാരത്തിൽ നമ്മൾ ഏതുവരെ പറഞ്ഞു? സുജൂദ് വരെ പറഞ്ഞു. സുജൂദ് കഴിഞ്ഞിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ നിന്ന് ഉയരും, കൈകൾ ഉയർത്താതെ സുജൂദിൽ നിന്ന് ഉയരും. ثم يجلس مفترشا. പിന്നെ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കും. ഇഫ്തിറാഷിന്റെ ഇരുത്തം, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കും. എന്താണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം? യഫ്രിഷുൽ യുസ്റ വയജ്ലിസു അലൈഹ വയൻസിബുൽ യുംന. വലത്തെ കാല് നാട്ടി വെച്ചുകൊണ്ട് ഇടത്തെ, ഇഫ്തറഷ എന്ന് പറഞ്ഞാൽ എന്താ? വിരിച്ചു വെക്കുക എന്നുള്ളതാ. ഇടത്തെ കാല് ഭൂമിയിലേക്ക് പരത്തി വെച്ച് അതിന്മേലിരുന്ന് വലത്തെ കാല് നാട്ടി വെക്കുന്ന അവസ്ഥ നമുക്കറിയുന്നതാണ്. ആ രീതിയിൽ ഇരിക്കും. ഇഫ്തിറാഷിന്റെ ഇരുത്തം സുജൂദ് കഴിഞ്ഞാൽ ഇരിക്കും. വയദഉ യദൈഹി അലാ ഫഖിദൈഹി. അവിടുത്തെ കൈകൾ, രണ്ട് കൈകളും തുടകളുടെ മേലെ വെക്കും. വയുജ്അലു മിർഫഖഹു അലാ ഫഖിദിഹി വതറഫ യദിഹി അലാ റുക്ബതിഹി. കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ തുടയുടെ മേലെ ആയിക്കൊണ്ട് വിരലിന്റെ അറ്റങ്ങൾ ഈ കാൽമുട്ടിന്റെ വിരലറ്റങ്ങൾ ഈ മുട്ടിന്റെ മേലെ എത്തുന്ന അവസ്ഥയിൽ തുടയുടെ മേലെ കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെക്കാറുണ്ട്. അങ്ങനെയാണ് ഇരിക്കാറുള്ളത് ഇഫ്തിറാഷിന്റെ ഇരുത്തം. വയഖ്ബിദു സിൻതൈൻ മിൻ അസാബിഹി വയുഹല്ലിഖു ഹൽഖതൻ. ഇത് ഇപ്പൊ പറയുന്നത് തശഹുദിന് വേണ്ടി ഇരിക്കുന്ന രൂപത്തിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരലുകൾ ചുരുട്ടി പിടിക്കുകയും എന്നിട്ട് ثم يرفع اصبعه يدعو بها ويحركها. ഒരു വിരൽ ഉയർത്തിക്കൊണ്ട് അത് ചലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. തശഹുദിന്റെ വിഷയത്തിൽ പറയുന്നതാണ്, ഇപ്പോൾ സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പൊ ഇവിടെ ഇരുന്നിട്ട്, ആ ഇരുത്തം ഇരുന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ثم يقول. ആ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, اللهم اغفر لي وارحمني واجبرني واهدني وارزقني. اللهم اغفر لي. അല്ലാഹുവേ എനിക്ക് നീ പുറത്തു നൽകണമേ. വർഹംനി, എനിക്ക് എന്നോട് കാരുണ്യം ചൊരിയണമേ. വജ്ബുർനി, എന്നെ
വജ്ബുർൻ എന്ന് പറഞ്ഞാൽ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരാളെ പിന്താങ്ങി ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് വജ്ബുർനി എന്നെല്ലാം പറയാം. അപ്പോ ഉയർത്തണേ എന്നുള്ള അർത്ഥത്തിൽ, എന്നെ ഉയർത്തണമേ, എന്നെ പിന്താങ്ങണമേ എന്നുള്ള അർത്ഥത്തിൽ. വഹ്ദിനി, എനിക്ക് നീ ഹിദായത്ത് നൽകണമേ. വർസുഖ്നി, എനിക്ക് നീ റിസ്ക് നൽകണമേ എന്ന് ദുആ ചെയ്യാറുണ്ട്. ഹകദാ ദക്കറഹു ഇബ്നു അബ്ബാസ് അൻഹു, ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇടയിലുള്ള ഇരുത്തത്തിൽ ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. വദക്കറ ഹുദൈഫത്തു റളിയല്ലാഹു അൻഹു അന്നഹു കാന യഖൂൽ, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു റബ്ബിഗ്ഫിർലി എന്ന് മാത്രം. റബ്ബിഗ്ഫിർലി 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 എന്ന് ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ആ ഇരുത്തത്തിൽ. അപ്പോ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഈ റബ്ബിഗ്ഫിർലി എന്ന രൂപവും നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ റിവായത്തിൽ പറഞ്ഞ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി എന്നുള്ള ആ രൂപവുമാണ് വന്നിട്ടുള്ളത്. അത് ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ثم كان ينهض على صدور قدميه وركبتيه معتمدا على فخذيه. പിന്നെ ആ ഒന്നാമത്തെ റക്അത്ത് നമ്മൾ പറഞ്ഞത്, ആ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് ഉയരുന്ന രൂപമാണ് പറയുന്നത്. എങ്ങനെയാണ് ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയർന്നു നിൽക്കാറുള്ളത് എന്ന് പറയാണ്. ثم كان ينهض, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരും അലാ സുദൂരി ഖദമൈഹി, രണ്ട് കാലിന്റെ അടിഭാഗത്ത്, അതിൽ പ്രധാനമായിട്ടും ഊന്നിക്കൊണ്ട്. വറുക്ബതൈഹി മുഅ്തമിദൻ അലാ ഫഖിദൈഹി, അതായത് കാൽമുട്ടിനെ ഉയർത്തി ഈ തുടയിൽ കൈവച്ചുകൊണ്ട്, തുടയിൽ ആശ്രയിച്ചുകൊണ്ട് നേരെ എഴുന്നേൽക്കാറുണ്ട്. അതായത് കൈ കുത്താതെ ആയിരുന്നു എഴുന്നേൽക്കാറുണ്ടായിരുന്നത് എന്ന്. ആ ഇരുത്തത്തിൽ നിന്ന് പിന്നെ രണ്ട് സുജൂദ് കഴിഞ്ഞ് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായി പറയുന്നത് കൈ കുത്താതെ ഈ കൈകൾ ഈ പിന്നെ തുടയിൽ താങ്ങിക്കൊണ്ട് അവിടുന്ന് കാലുകൊണ്ട് മാത്രമായി എഴുന്നേൽക്കുകയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. ഇനി എല്ലാ ആളുകൾക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, രോഗമോ അല്ലെങ്കിൽ പ്രായമോ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ആ കൈകുത്തി എഴുന്നേറ്റ് വന്നുകൊണ്ട് തെറ്റല്ല, അങ്ങനെ ചെയ്യാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന രൂപമായി വന്നിട്ടുള്ളത് ഈ തുടയിൽ കൈവച്ചുകൊണ്ട് കൈകൾ നിലത്ത് കുത്താതെ അങ്ങനെ ഉയരാറാണ് ചെയ്യാറുണ്ടായിരുന്നത് എന്ന് കാണാം. അഥവാ പിന്നെ ആ രീതിയിലാണ് ഉയരാറുള്ളത്, നിലത്ത് താങ്ങാതെ. അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിറാഅത്ത് തുടങ്ങും. അവിടെ പിന്നെ ഒരു ഗ്യാപ്പ് ഇടുന്ന അവസ്ഥ ഉണ്ടാവാറില്ല. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു, തക്ബീറത്തുൽ ഇഹ്റാമിന് കൈകെട്ടി കഴിഞ്ഞാൽ കുറച്ച് സമയം എന്തുണ്ടാവാറുണ്ട്, മൗനമായിട്ടുള്ള സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം മൗനമായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. നിന്ന് കഴിഞ്ഞാൽ ഖിറാഅത്ത് ആരംഭിക്കുകയാണ് ചെയ്യാറുള്ളത്. കമാ കാന യസ്കുതു ഇൻദൽ ഇസ്തിഫ്താഹി, ഇസ്തിഫ്താഹിന് നിന്ന പോലെ നിൽക്കാറില്ല, മിണ്ടാതിരിക്കാറില്ല. ثم يصلي الثانية كالأولى إلا في أربعة أشياء. ഒന്നാമത്തെ റക്അത്ത് പോലെ തന്നെ രണ്ടാമത്തെ റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും 4 കാര്യങ്ങൾ ഒഴികെ. ഒന്നാമത്തെ റക്അത്തിൽ പറഞ്ഞ 4 കാര്യങ്ങളില്ലാതെ രണ്ടാമത്തെ റക്അത്ത് നിസ്കരിക്കും. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്ന് അസ്സുക്കൂത്ത്, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് ഇസ്തിഫ്താഹിന്റെ തുടങ്ങുന്നതിന്റെ ആ ഗ്യാപ്പിൽ കുറച്ചു നേരം ഒരു മൗനം ഉണ്ടാവും. അത് രണ്ടാമത്തെ റക്അത്തിൽ ഉണ്ടാകില്ല. രണ്ടാമത്തെ റക്അത്തിൽ വന്നാൽ നേരെ ഖുർആൻ പാരായണം ആരംഭിക്കും. വലിസ്തിഫ്താഹ്, ഒന്നാമത്തെ റക്അത്തിൽ എന്തുണ്ടായിരുന്നു? ഇസ്തിഫ്താഹിന്റെ ദുആ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ റക്അത്തിൽ അത് ഉണ്ടാകില്ല. മൂന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ടായിരുന്നത് പോലെ തക്ബീറത്തുൽ ഇഹ്റാം എന്തിലില്ല? രണ്ടാമത്തെ റക്അത്തിലില്ല. അല്ലാതെയുള്ള സാധാരണയുള്ള തക്ബീർ മാത്രമേ ഉള്ളൂ. നാലാമത്തേത് തത്വീലിഹ, ഒന്നാമത്തെ റക്അത്തിന്റെ അത്ര ദൈർഘ്യം എന്തിനുണ്ടാകില്ല? രണ്ടാമത്തെ റക്അത്തിന് ഉണ്ടാവില്ല. ഒന്നാമത്തെ റക്അത്തിൽ ഖുർആൻ പാരായണം ചെയ്ത അത്ര രണ്ടാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യാറില്ല? പാരായണം ചെയ്യാറില്ല. ഒന്നാമത്തെ റക്അത്തിന്റെ അത്ര ദൈർഘ്യം രണ്ടാമത്തെ റക്അത്തിൽ ഉണ്ടാവാറില്ല. ഇവിടെ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഒന്നാമത്തെ റക്അത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഓതിയിട്ടുണ്ട് ഫാത്തിഹയുടെ മുമ്പ്. രണ്ടാമത്തെ റക്അത്തിൽ ഓതേണ്ടതുണ്ടോ? ശരിയായ അഭിപ്രായം ഓതേണ്ടതില്ല. കാരണം നിസ്കാരം തുടർന്നുള്ള ഒരു നിസ്കാരം എന്താണ്? തുടർന്നിട്ടുള്ളതാണ്. അപ്പോ ആ ഖുർആൻ പാരായണത്തിന്റെ ആദ്യത്തിൽ മാത്രം എന്ത് മതി? ഒന്നാമത്തെ റക്അത്തിൽ അഊദു മതി. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ എന്ത് ചെല്ലേണ്ട ആവശ്യമില്ല? അഊദു ചൊല്ലേണ്ട ആവശ്യമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് പാരായണം ആരംഭിക്കാവുന്നതാണ്. ഫൈദാ ജലസ ലിത്തശഹുദ്, എന്നിട്ട് പറയുന്നത് തശഹുദിന് ഇരിക്കുന്ന അവസ്ഥയാണ്.
അതായത് അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞു, ഒന്നാമത്തെ റക്അത്തിന്റെ രൂപം പറഞ്ഞു, അവിടുന്ന് രണ്ടാമത്തെ റക്അത്തിന് എഴുന്നേറ്റു, രണ്ടാമത്തെ റക്അത്തും അതുപോലെ നിസ്കരിച്ച് ഒന്നാമത്തെ തശഹുദിന് ഇരിക്കുന്നതാണ് പറയുന്നത്, ഒന്നാമത്തെ തശഹുദിന് ഇരിക്കുന്ന രൂപമാണ് പറയുന്നത്. ഫൈദാ ജലസ ലിത്തശഹുദ്, എന്താ തശഹുദ് എന്ന് പറഞ്ഞാൽ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത്? തശഹുദ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഇരുത്തത്തെ പറ്റിയാണ് പറയുന്നത്. വളഅ യദഹുൽ യുസ്റ അലാ ഫഖ്ദിഹിൽ ഐസർ, ഇടത്തെ കൈ ഇടത്തെ തുടയുടെ മേലെ വെക്കും. വയദഉൽ യുംന അലാ ഫഖ്ദിഹിൽ ഐമൻ, വലത്തെ കൈ വലത്തെ തുടയുടെ മേലെയും വെക്കും. വഅശാറ ബിസ്സബ്ബാബ, സബ്ബാബത്ത് കൊണ്ട് അത് ചൂണ്ടും. സബ്ബാബത്ത് പറഞ്ഞാൽ ചൂണ്ടുവിരൽ, ചൂണ്ടുവിരൽ കൊണ്ട് ഉയർത്തും. വകാന ലാ യൻസിബുഹാ നസ്ബൻ വലാ യുനീമുഹാ, അത് ഇങ്ങനെ കുത്തനെ ഉയർത്തി വെക്കാറുമില്ല താഴ്ത്തി വെക്കാറുമില്ല. ബൽ യഹ്നീഹാ ശൈഅൻ യസീറൻ വയുഹർരികുഹാ, അത് അതിന്റെ മിതത്വമായിട്ടുള്ള നിലയിൽ കൈകൾ വെക്കുകയും അത് ചെറിയ രീതിയിൽ ചലിപ്പിക്കാറുമുണ്ട്. യഖ്ബിലുൽ ഖിൻസർ വൽ ബിൻസർ, ചെറുവിരലും ഈ മോതിര വിരലും അത് രണ്ടും മടക്കി വെക്കും. വയുഹല്ലിഖുൽ വുസ്താ മഅൽ ഇബ്ഹാം, നടുവിരൽ തള്ളവിരൽ കൊണ്ട് വട്ടത്തിലായിക്കൊണ്ട് ഇങ്ങനെ ഒരു വട്ടമാക്കി പിടിക്കും. വയർഫഉ സബ്ബാബത യദ്ഉ ബിഹാ, ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് അതുകൊണ്ട് ദുആ ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാം. അതായത് എങ്ങനെയാണ് തശഹുദിന് കൈവെക്കേണ്ടത്, വലത്തെ കൈ വെക്കേണ്ട രൂപമാണ് പറയുന്നത്. ഈ ചെറുവിരലും മോതിര വിരലും വട്ടത്തിൽ പിടിച്ച് ഈ നടുവിരൽ അതും തള്ളവിരലും കൂടി അതിന്റെ അറ്റവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കി വെക്കും, ഇങ്ങനെ ഒരു ഓട്ടത്തിലാക്കും. എന്നിട്ട് ചൂണ്ടുവിരൽ ഉയർത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തശഹുദിൽ വിരൽ ഉയർത്താറുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ചൂണ്ടുവിരൽ ചെറിയ രീതിയിൽ ചലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. ഒരിക്കലും ഒരാളുടെ നിസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റുമാറ് വളരെ വേഗത്തിൽ ചലിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല, ശരിയായ രീതിയല്ല. വിരൽ ചലിപ്പിച്ചിരുന്നത് ഒന്ന് അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാല, അള്ളാഹ് എന്നുള്ള നാമം വരുന്ന സന്ദർഭത്തിൽ, അള്ളാഹ് എന്നുള്ള ഫത്തിഹത്തിന്റെ തശഹുദിന്റെ സന്ദർഭത്തിലെല്ലാം അള്ളാഹ് എന്നുള്ള നാമം വരുമ്പോൾ ചലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദുആഇന്റെ ലഫ്ളുകൾ വരുമ്പോൾ ഇപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് വരികയാണെങ്കിൽ ആ സമയത്ത്, അല്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കുകയാണ്, ചലിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയാണ് കൈ പിടിക്കേണ്ട രൂപം. വയർമി ബസറഹു ഇലൈഹ, അങ്ങനെ തശഹുദിന് വിരൽ ഉയർത്തിയിട്ടുള്ള സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോട്ടം ആ വിരലിലേക്കാണ് ഉണ്ടാകാറുള്ളത്, ചൂണ്ടിയിട്ടുള്ള വിരലിലേക്കാണ് ഉണ്ടാവാറുള്ളത്. വയബ്സുത്തുൽ കഫൽ യുസ്റ അലാ ഫഖ്ദിൽ യുസ്റ, ആ ഇടത്തെ കൈ ഇടത്തെ തുടയുടെ മേലെ നിവർത്തി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. വയതഹാമലു അലൈഹ, അതിൽ താങ്ങിക്കൊണ്ട്, ഇടത്തെ തുടയുടെ മേലെ ഇങ്ങനെയല്ല, ഇടത്തെ തുടയുടെ മേലെ ഇടത്തെ കൈ നിവർത്തി വെച്ച് അതിലൊരു ബലം കൊടുത്ത അവസ്ഥയിലാണ് തശഹുദിൽ ഇരിക്കാറുള്ളത്. തഹാമൽ എന്ന് പറഞ്ഞാൽ ചാരി ഇരിക്കുന്ന എന്ന ഉദ്ദേശം. അപ്പോൾ ആ ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ തുടയിൽ ഒന്ന് താങ്ങിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തശഹുദിൽ ഇരിക്കാറുള്ളത്. വമ്മ സിഫത്തു ജുലൂസിഹി ഫകമാ തഖദ്ദമ ബൈന സജ്ദതൈനി സവാഉൻ, ഞാൻ ഇരുത്തത്തിന്റെ രൂപം എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സുജൂദിന്റെ ഇടയിൽ എങ്ങനെയാണോ ഇരിക്കുക അതുപോലെ. എന്താ ഇരുത്തത്തിന് പറയാ? ഇഫ്തിറാഷിന്റെ ഇരുത്തം, ഇടത്തെ കാല് നിവർത്തി വെച്ച് അതിന്റെ മേലെ ഇരിക്കുന്ന രൂപത്തിനാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. ഇനി വമ്മ ഹദീസ് ഇബ്നു സുബൈർ അല്ലദി റവാഹു മുസ്ലിം, ഇനി ഇബ്നു സുബൈർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അതിൽ തശഹുദിന്റെ ഇരുത്തത്തിന്റെ രൂപം വന്നിട്ടുള്ളത് ഹദീസ് എങ്ങനെയാണ്? വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖഅദ ഫിസ് സ്വലാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് വേണ്ടി ഇരുന്നാൽ ജഅല ഖദമഹുൽ യുസ്റ ബൈന ഫഖിദിഹി വസാഖിഹി, അവിടുത്തെ ഇടത്തെ കാലിന്റെ പത്തി ഞെരിയാണിക്ക് താഴെയുള്ള ഭാഗം അത് വലത്തെ കാലിന്റെ ഈ കണങ്കാലിന്റെയും തുടയുടെയും ഇടയിലാക്കി വെക്കും. വഫറശ ഖദമഹുൽ യുംന, എന്നിട്ട് വലത്തെ കാല് പരത്തി വെക്കും. ഫഹാദാ ഫി തശഹുദിൽ അഖീർ, ഇത് അവസാനത്തെ തശഹുദിലാണ്. അതായത് അവസാനത്തെ തശഹുദിന്റെ രൂപമാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് ഇടത്തെ കാലുണ്ടല്ലോ, ഇടത്തെ കാല് പിന്നെ ഈ വലത്തെ കാലിന്റെ കണങ്കാലിന്റെയും തുടയുടെയും ഇടയിലായിട്ട് വെക്കും. എന്നിട്ട് വലത്തെ കാല് പരത്തി വെക്കുന്ന അവസ്ഥ. മനസ്സിലായോ? രൂപം മനസ്സിലായോ? നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കി. മനസ്സിലാവത്ത അങ്ങനല്ല, അല്ലല്ല കൊടുക്കണം.
രൂപ ആർക്കെങ്കിലും മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ ആ കാല് വലത്തെ കാല് പരത്തി വെക്കുക. അങ്ങനെ, അതായത് ആ കണങ്കാലിന്റെയും തുടയുടെയും ഇടയിൽ ഇടത്തെ കാലിന്റെ ആ കാൽപ്പറ്റി വെച്ച് വലത്തെ കാലിങ്ങനെ പരത്തി വെക്കുന്ന അവസ്ഥ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ തശഹൂദിന്റെ രൂപത്തിൽ ഇരുന്നായി വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് രൂപം, ഒന്ന് നമ്മൾ സ്ഥിരം ചെയ്യുന്ന രൂപം, എല്ലാവരും നമ്മൾ പഠിച്ചിട്ടുള്ള സാധാരണ ചെയ്യുന്ന രൂപം, പിന്നെ വലത്തെ കാല് ഇങ്ങനെ വെച്ചിട്ട് സാധാരണ പോലത്തെ രൂപത്തിലും. ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് തശഹൂദിന്റെ രൂപം വന്നിട്ടുള്ളത്. ഒന്ന് ഇത്, പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ആ സാധാരണ ചെയ്യുന്നതിൽ തന്നെ വലത്തെ കാല് ഇതുപോലെ പരത്തി വെക്കുന്ന അവസ്ഥ. ഈ മൂന്ന് രൂപത്തിലാണ് അവസാനത്തെ തശഹൂദിന്റെ ഇരുത്തം വന്നിട്ടുള്ളത്. അതാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ രൂപം ഇത് നമുക്ക് സാധാരണ പരിചയമില്ലാത്ത ഒരു രൂപമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് ഇബ്നു സുബൈർ ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. ذكر ابن الزبير أنه يفرش اليمنى وذكر أبو حميد أنه ينصبها. അതുപോലെ പിന്നെ അബു ഹമീദ് വേറെ റിവായത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കാല് നാട്ടി വെച്ചിട്ട് ഇരിക്കാറുള്ളത് വന്നിട്ടുണ്ട്. വഹാദ വല്ലാഹു അലം ലൈസ ബിഖ്തിലാഫിൻ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇതൊരിക്കലും അഭിപ്രായ വ്യത്യാസമോ മറ്റോ ഒന്നുമല്ല. ലിഅന്നഹു വല്ലാഹു അലം കാന ലാ യജ്ലിസു അലാ ഖദമിഹി. അവിടെ വിഷയം പ്രധാനപ്പെട്ട എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇരുത്തത്തിന്റെ പേരെന്താണ്? തബറുക്കിന്റെ ഇരുത്തം എന്നാ പറയാ. ആ ഇരുത്തത്തിൽ കാലിന്റെ മേലെ ഇരിക്കാറില്ല. നമ്മള് ഇഫ്തിറാഷിന്റെ ഇരുത്തത്തിൽ കാലിന്റെ മേലെ ഇരിക്കണ പോലെ ആ ഇരിക്കാറില്ല. ബൽ യുഖ്രിജുഹാ അൻ യമീനിഹി ഫതകൂനു ബൈനൽ മൻസൂബത്തി വൽ മഫ്റൂശത്തി. എന്ത് ചെയ്യാറ്? നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇടത്തെ കാല് വലത്തെ കാലിന്റെ അടിയിലൂടെ പുറത്തേക്ക് ഇടും. വലത്തെ കാല് ഒന്നെങ്കിൽ ഇങ്ങനെ കുത്തിവെക്കും, അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചതുപോലെ പരത്തി വെക്കുന്ന അവസ്ഥയിൽ വെക്കും. രണ്ടും ആ രീതിയിലും ചെയ്തിട്ടുണ്ട്. ഔ യുഖാലു കാന യഫ്അലു ഹാദാ വഹാദാ. ഈ രണ്ട് രൂപത്തിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഇത് അഭിപ്രായ വ്യത്യാസം ഒന്നുമല്ല, വേറെ രൂപത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഫകാന യൻസിബുഹാ വറുബ്ബമാ ഫറശഹാ ഹിയാനൻ വഹുവ അർവഹ്. ഒന്നുകിൽ കുത്തിവെക്കും, അല്ലെങ്കിൽ കിടത്തി വെച്ചിട്ട് ചെയ്യാറുണ്ട്. കിടത്തി വെക്കുക എന്നുള്ളത് ഒന്നുകൂടിയും ആശ്വാസത്തിൽ ചെയ്യാവുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ ചെയ്യാറുന്ന തെറ്റായിട്ട് രൂപമാണ്. ഇപ്പോ കാലിങ്ങനെ വെക്കേണ്ടതിന് പകരം ഇങ്ങനെ വെക്കും. തവറുക്കിന്റെ ഇരുത്തത്തിൽ വിരലുകൾ ഖിബ്ലയുടെ ഭാഗത്തേക്കല്ലാതെ ഇങ്ങനെ വെക്കും. അത് തെറ്റാണ്. അവർക്ക് ഇങ്ങനെ വെക്കാൻ സാധിക്കുന്നതല്ലെങ്കിൽ കടത്തി വെക്കാം, പക്ഷെ വിരലുകൾ തിരിച്ചു വെക്കുന്ന രീതി ശരിയായിട്ടുള്ള രൂപമല്ല. ഇപ്പൊ ഈ കാണിച്ച പോലെ പരത്തി വെച്ചുകൊണ്ടിരിക്കാം, പക്ഷെ കാല് കുത്തനെ വെച്ചിട്ട് വിരലുകൾ ഖിബ്ലക്കല്ലാതെ എതിരായിട്ട് വെക്കുമല്ലോ, അത് തെറ്റായിട്ടുള്ള രീതിയാണ്. അത് ഒഴിവാക്കണം. ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലവർക്ക്, അപ്പൊ അത് പരത്തി വെച്ചാൽ മതി. ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. അത് എല്ലാം തവറുക്കിന്റെ ഇരുത്താണ്. ثم كان يتشهد دائما بهذه الجلسة. ഇപ്പോൾ പറഞ്ഞത് بهذه الجلسة ഒന്നാമത്തെ തശഹുദിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ തശഹുദിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദ് പറയാറുണ്ട്. വയുഅല്ലിമു അസ്ഹാബഹു അൻ യഖൂലു. സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത്തഹിയാത്തിൽ ചൊല്ലേണ്ടതായിട്ടുള്ള വാക്കുകൾ. അത്തഹിയാതു ലില്ലാഹ്, എല്ലാവിധ തഹിയ്യത്തുകളും എല്ലാവിധ മഹത്വപ്പെടുത്തലും പുകഴ്ത്തലുമെല്ലാം അള്ളാഹുവിനാണ്. വസ്സലവാതു, നിസ്കാരങ്ങൾ, ഫർളും നഫ്ലുമായ നിസ്കാരങ്ങൾ, വത്വയ്യിബാതു, ത്വയ്യിബായിട്ടുള്ള സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹുവിനാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയെ, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും അതുപോലെ കാരുണ്യവും ബറക്കത്തുകളും ഉണ്ടാവട്ടെ. ഇവിടെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടാൻ ആളുകൾ അത്തഹിയാത്തിലെ ഈ ഭാഗത്തെ തെളിവായി പിടിക്കാറുണ്ട്. അയ്യുഹൻ നബി എന്ന് വിളിക്കുന്നില്ലേ, അപ്പൊ നബിയോടുള്ള വിളിയല്ലേ എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. അത് നമ്മൾ അല്ലാത്ത രീതിയിൽ ഒരാൾ വിളിക്കുന്ന പോലുള്ള വാക്ക് മാത്രമാണ്. ഖുർആനിൽ യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബി എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഓതുമ്പോൾ ഒരാൾ നബിയെ വിളിക്കുകയാണെന്നാണ് അർത്ഥം? അല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു പറയൽ മാത്രമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തേട്ടമല്ല. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മുടെ മേലെയും അതുപോലെ സ്വാലിഹീങ്ങളായ അടിമകളുടെ മേലെയും അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന തശഹുദ് പറയും. ഈ തശഹുദ് പറയാനാണ് ആമുഖമായി ഈ അത്തഹിയാത്ത് പറയുന്നത്. കാരണം ഇതാണ് അള്ളാഹുവിനോട് നമ്മൾ ചെയ്തിട്ടുള്ള കരാർ. ആ വാക്ക് പറയാൻ വേണ്ടി ഈ അത്തഹിയാത്ത് പറയും. ഇത്രയുമാണ് ഒന്നാമത്തെ തശഹുദിൽ പറയേണ്ടത്.
ഇത്രയുമാണ് ഒന്നാമത്തെ തശഹൂദിൽ പറയേണ്ടത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വകാന യുഖഫിഫുഹു ജിദ്ദൻ കാന്നഹു യുസല്ലി അലർ റദ്ഫ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ തശഹൂദിലെ ഇരുത്തം വളരെ കുറച്ചു നേരമേ ഉണ്ടാകാറുള്ളൂ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം പറയാണ്, ചൂടായിട്ടുള്ള വെയിൽ തട്ടി ചൂടായിട്ടുള്ള കല്ലിന്റെയോ ചരലിന്റെയോ മേലെ ഒരാൾ ഇരുന്നാൽ എത്ര നേരം ഇരിക്കാൻ പറ്റും? കുറച്ചു നേരം ഇരിക്കാൻ പറ്റുള്ളൂ, അവിടുന്ന് ഉയരും. ചൂടുള്ള ഒരു പ്രതലത്തിലിരുന്നാൽ അത്ര നേരം മാത്രമാണ് ഒന്നാമത്തെ തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കാറുണ്ടായിരുന്നത്. ചില ഇമാമിയങ്ങൾ അവർക്ക് അറിയാത്ത കൊണ്ടായിരിക്കാം ഒന്നാമത്തെ തശഹുദ് ധാരാളം ദീർഘിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് സുന്നത്തായിട്ടുള്ള രീതിയല്ല. സുന്നത്തായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഈ തശഹൂദ് പറയേണ്ട ഈ സമയം മാത്രമാണ് ഇരിക്കാറുണ്ടായിരുന്നത്. വലം യുൻഖൽ അൻഹു ഫി ഹദീസിൻ ഖത്തു അന്നഹു യുസല്ലി അലൈഹി വഅലാ ആലിഹി ഫീഹി. ഒരു ഹദീസിലും ഒന്നാമത്തെ തശഹൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലിയിരുന്നതായിട്ട്, സ്വലാത്ത് ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ടുള്ള സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെയുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, അത് ഒന്നാമത്തെ തശഹൂദിൽ രണ്ടാമത്തെ റക്അത്തിലുള്ള ഇരുത്തത്തിൽ, ഏതിൽ 4 റക്അത്തും 3 റക്അത്തുമുള്ള നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിൽ തശഹൂദ് ചൊല്ലുന്ന ആ സമയത്ത് സ്വലാത്ത് ചൊല്ലിയിരുന്നതായി ഒരു ഹദീസിലും വന്നിട്ടില്ല. ചൊല്ലിയാൽ അത് തെറ്റാണ് എന്നല്ല, ചില ഉലമാക്കൾ ചൊല്ലുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ട് അത് ചൊല്ലിയതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ തശഹൂദ് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കാറാണ് ചെയ്യാറുള്ളത്. വലാ യസ്തഈദു ഫീഹി മിൻ അദാബിൽ ഖബർ. ഒന്നാമത്തെ ആ തശഹൂദിൽ അദാബുൽ ഖബറിൽ നിന്ന് രക്ഷ തേടിയതായിട്ടും വന്നിട്ടില്ല. വ അദാബി ജഹന്നം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടിയതായി വന്നിട്ടില്ല. വഫിത്നത്തിൽ മഹിയ വൽ മമാത്ത് വഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ജീവിതത്തിലെയും മരണത്തെയും ഫിത്നകളെ തൊട്ടും മസീഹ് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും രക്ഷ തേടിയതായി വന്നിട്ടില്ല. അതൊക്കെ എവിടെയാ വന്നിട്ടുള്ളത്? അവസാനത്തെ തശഹൂദിലാണ്. സ്വലാത്തും ഈ 4 കാര്യങ്ങളെ തൊട്ടുള്ള രക്ഷ തേടലും വന്നിട്ടുള്ളത് അവസാനത്തെ തശഹൂദിലാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വമൻ ഇസ്തഹബ്ബഹു ഫഇന്നമാ ഫഹിമഹു മിൻ ഉമൂമാത്തിൻ ഖദ് തബയ്യന മൗഖിഉഹാ വതഖയീദുഹാ ബിത്തശഹുദിൽ അഖീർ. ഇനി ചില ആളുകൾ പിന്നെ ഉലമാക്കൾക്കിടയിൽ ചർച്ചകളിലായിരിക്കാം, ഈ ഒന്നാമത്തെ തശഹുദിൽ തന്നെ ഈ സ്വലാത്തും അതുപോലെ ഈ ദുആ ചെല്ലലും മുസ്തഹബാണ് എന്ന് ആരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ പിന്നെ അവസാനത്തെ തശഹൂദിൽ പറഞ്ഞിട്ടുള്ള കാര്യം പൊതുവായി മനസ്സിലാക്കിയത് കൊണ്ട് വന്നിട്ടുള്ളതാണ് അത് എന്ന്. അതായത് ഒന്നാമത്തെ തശഹൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്ര വന്നിട്ടുള്ളൂ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വരെ വന്നിട്ടുള്ളൂ. അതല്ലാതെ പിന്നീടുള്ള സ്വലാത്തും ദുആവും പറ്റും എന്ന് മനസ്സിലാക്കുന്നവർ അവസാനത്തെ തശഹൂദിൽ വന്നിട്ടുള്ള കാര്യം അത് പൊതുവായി എല്ലാ തശഹുദിലും പറ്റും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. ثم كان ينهض مكبرا على صدور قدميه وعلى ركبتيه معتمدا على فخذيه. അവിടുന്ന് രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് ഒന്നാമത്തെ തശഹുദ് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്കും ഉയരും. ഏതുപോലെ? കഴിഞ്ഞ റക്അത്തിൽ ഉയർന്നതുപോലെ തുടയുടെ മേലെ താങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരാറുണ്ട്. കൈകുത്തി ഉയർന്നു എന്നുകൊണ്ട് തെറ്റല്ല, പക്ഷേ തുടയുടെ മേലെ താങ്ങിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരാറുണ്ടായിരുന്ന രൂപം എന്ന് കാണാം. وفي صحيح مسلم وبعض طرق البخاري أنه كان يرفع يديه في هذا الموضع. സഹീഹ് മുസ്ലിമിലെയും അതുപോലെ സഹീഹ് ബുഖാരിയിലെയും ചില ഹദീസിന്റെ റിവായത്തുകളിൽ രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് അഥവാ ഒന്നാമത്തെ തശഹുദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈകൾ ഉയർത്തിയതായി വന്നിട്ടുണ്ട്. കൈകൾ ഉയർത്തിയതായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് കൈകൾ ഉയർത്തൽ വന്നിട്ടുള്ളത്? 4 സന്ദർഭങ്ങളിലാണ് നിസ്കാരത്തിൽ. 1 തക്ബീറത്തുൽ ഇഹ്റാം, 2 റുക്കൂഇലേക്ക് പോകുമ്പോൾ, 3 റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ, 4-മത്തേത് മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോൾ. മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരുന്ന വിഷയത്തിൽ മാത്രമാണ് ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസുകളിൽ ഉയർത്തിയതായി വന്നിട്ടുണ്ട്. ثم كان يقرأ الفاتحة وحدها. പിന്നെ മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ മാത്രം പാരായണം ചെയ്യും. വലം യസ്ബുതു അൻഹു അന്നഹു ഖറഅ ഫിൽ അഖീറതൈനി ബഅദൽ ഫാത്തിഹതി ഷൈഅൻ. അവസാനത്തെ 2 റക്അത്തിൽ അഥവാ ആദ്യത്തെ 2 റക്അത്തിന് ശേഷമുള്ള റക്അത്തുകളിൽ ഫാത്തിഹ അല്ലാതെ ഏതെങ്കിലും സൂറത്ത് പാരായണം ചെയ്തതായി ഒരു ഹദീസിലും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. വലം യകുൻ മിൻ ഹദിഹി അൽ-ഇൽതിഫാതു ഫി സ്വലാ. ഇത്രയും പറഞ്ഞിട്ട് വേറൊരു വിഷയത്തിലേക്ക് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
ഇൽത്തിഫാത്ത് സംഭവിക്കാറില്ല, തിരിയാറുണ്ടായിരുന്നില്ല. ഇവിടെ നിസ്കാരത്തിൽ ഇൽത്തിഫാത്ത് എന്നുള്ള ഉലമാക്കൾ രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇൽത്തിഫാത്തുൽ ഖൽബ്, നിസ്കാരത്തിൽ അള്ളാഹുവിനെ മാത്രം ശ്രദ്ധ വെച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യുക, നിർബന്ധമായി ചെയ്യേണ്ടതാണ്. അവിടെ നിന്ന് ശ്രദ്ധ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ കാര്യങ്ങൾ തിരിയുക എന്നുള്ളത്. രണ്ടാമത്തേത് ഇൽത്തിഫാത്തുൽ ബദൻ, ശരീരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക എന്നുള്ളത്. ഒന്നാമത്തേത് നിർബന്ധമായിട്ടുണ്ടാകണം, ശരീരം കൊണ്ട് തിരിയുക എന്നുള്ളതും ഖിബ്ലയിലേക്കാണ് തിരിയുക, അവിടുന്ന് ഇവിടുന്ന് തിരിയാൻ പാടില്ല. പൂർണ്ണമായി തിരിഞ്ഞാൽ എന്താകും? നിസ്കാരം ബാത്തിലാകും. പിന്നെ ഇൽത്തിഫാത്ത് കാൽമുട്ടുകൾ കൊണ്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിനാണ്, അത് അനുവദിക്കപ്പെട്ടുള്ളതാണ്. സന്ദർഭം ആവശ്യമുള്ള സന്ദർഭത്തിൽ, ഇപ്പൊ നമ്മള് പിന്നെ ഒരാള് മറയില്ലെങ്കിൽ മുന്നോട്ട് നിൽക്കുന്നത്, അത് വേറെ സന്ദർഭങ്ങൾ വരുന്നുണ്ട്. അതായത് 3 തരത്തിലാണ് ചലനങ്ങൾ നിസ്കാരത്തിൽ പ്രത്യേകം വന്നിട്ടുള്ളത്. ഒന്ന് കൽബ് കൊണ്ട് തെറ്റുക എന്നുള്ളത്, അത് പാടില്ലാത്തതാണ്. ശരീരം കൊണ്ടും ഖിബ്ലയിൽ നിന്ന് തെറ്റാൻ പാടില്ല. എന്നാൽ കാൽമുട്ടുകൾ കൊണ്ട്, കാലുകൾ കൊണ്ട് ചലിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് പറയും. അപ്പൊ ഈ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുക എന്നുള്ളത്, അതിനെപ്പറ്റി വഫി സ്വഹീഹുൽ ബുഖാരി അന്നഹു സുഇല അൻഹു ഫഖാല, നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുന്നത് അല്ലെങ്കിൽ അനാവശ്യമായി ചലിക്കുന്നത്, അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താൻ മിൻ സ്വലാത്തിൽ അബ്ദ്, അത് ശൈത്താൻ ഒരു അടിമയുടെ പിന്നെ നിസ്കാരത്തിൽ നിന്ന്, ശൈത്താൻ ഒരു അടിമയുടെ നിസ്കാരത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന, പെട്ടെന്ന് അവൻ ശ്രദ്ധയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന കാര്യമാണ് അതുപോലെയുള്ള ചലനങ്ങൾ എന്ന് കാണാം. വകാന യഫ്അലുഹു ഫി സ്വലാത്തി അഹ്യാനൻ ലിആരിദിൻ, എന്നാൽ ചില സന്ദർഭത്തിൽ, പ്രധാനപ്പെട്ട ചില സന്ദർഭത്തിൽ, ആവശ്യമായിട്ടുള്ള ചില സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ചലനങ്ങൾ നടത്തിയതായി വന്നിട്ടുണ്ട്. ലം യകുൻ മിൻ ഫിഅലിഹി റാത്തിബ്, എപ്പോഴും ചെയ്തിരുന്നു എന്നല്ല, ചില സന്ദർഭത്തിൽ നിസ്കാരത്തിൽ നിന്ന് ചെറുതായി ചലിച്ചതുണ്ട്. അതിലൊന്ന് കൽതിഫാതിഹി ഇല ശിഅബി അല്ലദി അർസല ഇലൈഹി ത്വലീഅത വല്ലാഹു അലം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം കഴിഞ്ഞിട്ടോ യുദ്ധത്തിലോ മറ്റോ പോകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു താഴ്വരയിൽ മറ്റ് നിസ്കരിക്കുമ്പോൾ ശത്രുക്കൾ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പൊ ആ ശത്രുക്കളെ നോക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ച് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. ആ സമയത്ത് ഈ അയച്ച ആളുടെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയതായി, അങ്ങോട്ടേക്ക് മുഖം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയതായി, മുഖം തിരിച്ചതായിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അങ്ങനെ ചെയ്തു എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ലാതെയുള്ള നിസ്കാരത്തിലെ ചലനങ്ങളോ മറ്റോ വന്നിട്ടില്ല. ആകത്തുക നിസ്കാരത്തിൽ ചലനങ്ങൾ പാടില്ല, അനാവശ്യമായിട്ടുള്ള ചലനങ്ങൾ പാടില്ല. അനുവദിക്കപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് നോക്കാം. അപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് യോജിച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്, ജീവിതത്തിൽ ഉടനീളം വരുന്നതും ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ കിതാബിൽ തുടർന്ന് വരുന്നുണ്ട്. അത് മനസ്സിലാക്കുകയും അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കുകയും ചെയ്യുക, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.